ഹായ് എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. മെഡി പ്രിസിഷന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സഞ്ജിത ബേബി. നമുക്കിന്ന് ജലജന്യ രോഗങ്ങൾ മൺസൂൺ സീസണിൽ നമ്മളെ ബാധിക്കുന്നത് എങ്ങനെ തടയാം നോക്കാം. ജലത്തിലൂടെ ഒരുപാട് അണുക്കൾ നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരാം. മൺസൂൺ സീസണിൽ അവ ഒഴിവാക്കുന്നതിനായിട്ട് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക, പാചകം ചെയ്ത ഭക്ഷണം മാത്രം കഴിക്കുക, സ്ട്രീറ്റ് ഫുഡ് ഒഴിവാക്കുക, അതുപോലെ ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഫുഡ്, അതായത് പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക, ഒരുപാട് സോൾട്ട് ഇല്ലാത്ത ഭക്ഷണം, അതുപോലെ ഫാറ്റ് കുറഞ്ഞ ഭക്ഷണം, പിന്നെ സ്പൈസസ് കുറഞ്ഞ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മൺസൂൺ സീസണിലും വളരെ ആരോഗ്യത്തോടു കൂടി ഒരു ജീവിതം നയിക്കാം. കാരണം മൺസൂൺ സീസണിൽ ഒരുപാട് ഡിസീസസ് ഫുഡിലൂടെയും വെള്ളത്തിലൂടെയും പകരും. അവ നമ്മുടെ ഗട്ട് ഹെൽത്ത് കോംപ്രമൈസ് ചെയ്യും. അതായത് നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയിൽ ഒരുപാട് പ്രശ്നങ്ങൾ അത് ഉണ്ടാക്കാം. വയറിളക്കം പോലുള്ള അസുഖങ്ങൾ വരാം. അതുപോലെ വെള്ളത്തിലൂടെ പകരുന്ന ഒരുപാട് ടൈപ്പ് വൈറസുകളും ബാക്ടീരിയകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ തടയുവാൻ നമ്മുടെ ഇമ്മ്യൂണിറ്റിയും കൂടെ ബൂസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുക. നമ്മൾ ഫ്രൂട്ട്സ് വളരെ നന്നായിട്ട് കഴുകി മാത്രം യൂസ് ചെയ്യുക. സീസണൽ ഫ്രൂട്ട്സ് യൂസ് ചെയ്യുക. പോമഗ്രാനൈറ്റ് പോലുള്ള ഫ്രൂട്ട്സ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് മാതള നാരങ്ങ, പിന്നെ മറ്റ് സീസണൽ ഫ്രൂട്ട്സ്, പക്ഷെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ ഭക്ഷണത്തിൽ റോ ആയിട്ട് ഇലകൾ യൂസ് ചെയ്യുന്നത് ഈ കാലാവസ്ഥയിൽ നല്ലതല്ല. പക്ഷെ പാചകം ചെയ്തിട്ട് ഇലകൾ യൂസ് ചെയ്യാം. കാരണം ഇപ്പോൾ വളരുന്ന സ്ഥലങ്ങളിൽ വല്ല മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഉണ്ടായാൽ, അതായത് വെള്ളത്തിലൂടെ ഇലകളിലെല്ലാം പല അണുക്കളും പറ്റി പിടിച്ചിരിക്കുകയാണെങ്കിൽ അത് നമ്മൾ റോ ആയിട്ട് കഴിക്കുമ്പോൾ, പാചകം ചെയ്യാതെ കുക്ക് ചെയ്യാതെ കഴിക്കുമ്പം ഡയറക്റ്റ് നമ്മുടെ ശരീരത്തിലെത്താനുള്ള സാധ്യത കൂടുതലാണ്. പാചകം ചെയ്തിട്ട് നമുക്ക് ഇലക്കറികളും മറ്റ് വെജിറ്റബിൾസൊക്കെ ധാരാളമായിട്ട് കഴിക്കാം. കാരണം അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വളരെ അത്യാവശ്യമാണ് വെജിറ്റബിൾസ്. പക്ഷെ കുക്ക് ചെയ്ത് കഴിക്കാം ഈ ഒരു സീസണിൽ. മറ്റു സീസണുകളെ അപേക്ഷിച്ച് ഇവയെല്ലാം കണ്ടാമിനേറ്റഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫ്രൂട്ട്സ് ആണെങ്കിലും നന്നായിട്ട് തന്നെ കഴുകണം, എന്നിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തൊലിയുള്ള ഫ്രൂട്ട്സ് വാങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. തൊലി നമുക്ക് പുറത്തേക്ക് കളയാലോ, എന്നിട്ട് യൂസ് ചെയ്യാം. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മഴക്കാലം വളരെ നല്ലൊരു അനുഭൂതി തന്നെയായിരിക്കും നിങ്ങൾക്ക് സമ്മാനിക്കുക. Keep on watching Medi Precision.